ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു പരിപാടി കാണാനിടയായി. ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ പരിപാടി. വളരെ നല്ല പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഈ ലഹരി വരുന്നതും ഈ ലഹരിൻ്റെ മെയിൻ ഉറവിട കേന്ദ്രം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഇതാരും കണ്ടുപിടിക്കുന്നത് കേസുമല്ല. നമ്മൾ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ ആ വിദ്യാലയത്തിലെ അധ്യാപകന്മാർ ശമ്പളം കൈപ്പറ്റിയല്ലാണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് മാസാകുമ്പോൾ ശമ്പളം കിട്ടും, ശമ്പളം വാങ്ങി വീട്ടിൽ പോകും. കുട്ടികൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ അല്ലെ കുട്ടികൾ വൈകി എന്താണോ ഒന്നും അന്വേഷിക്കുന്നില്ല. ഒരുപാട് DJ പാർട്ടികൾക്കു ഇവർ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നു, ഈ അധ്യാപകന്മാർ. പിന്നെ സിനിമയിൽ ലഹരി നല്ലോണം ഒഴുകുന്നതാണ്. അതിനനുസരിച്ചുള്ള ഫിലിമുകൾ ഇറങ്ങുന്നുണ്ട്. ചോരയിൽ മുങ്ങുന്ന ഓരോരോ മാർക്കോ പോലത്തെ സിനിമകളൊക്കെ കണ്ടില്ലേ, അതേമാതിരിയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സിനിമകളൊക്കെ നിർത്തലാക്കാൻ കഴിയില്ല. ഇതിലൊക്കെ ഉന്നതന്മാരുള്ളത് കൊണ്ട് ഇതൊന്നും നിർത്തലാക്കാൻ ഈ സമൂഹത്ത് നടക്കില്ല. ഇതിലൊക്കെ മെയിൻ കണ്ണികൾ വലിയ വലിയ ആൾക്കാരാണുള്ളത്. ഇത് സാധാരണക്കാരുടെ മക്കളാണ് ഇതിൽ പെടുന്നത്. ആ പെടുന്ന ഈ സാധാരണക്കാരന് പോയി എന്നല്ലാണ്ട് അല്ലാത്ത ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഇതിലില്ല. നമ്മളിപ്പോൾ ഇതിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടു ഒന്നും കാര്യങ്ങളില്ല. കാരണം ഇതിലൊക്കെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ, അല്ലാത്ത ബന്ധങ്ങൾ, സിനിമയിലെ പല ബന്ധങ്ങൾ, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. വെറുതെ ഇതിനെയൊക്കെ ബോധവൽക്കരിച്ചിട്ടൊരു കാര്യവുമില്ല. സ്വയം നമ്മൾ ചിന്തിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ. അതിനെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ചെയ്യണം. അതായത് ഈ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവരെയും പിടിച്ച് ഉള്ളിലിടണോ, അതിനുള്ള നിയമ നടപടി അവർക്കെതിരെ എടുക്കണം. സിനിമയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം. അത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണോ. അല്ലാത്ത പക്ഷം ഇതൊന്നും എവിടെ എത്തുന്ന പരിപാടിയല്ല. ഇതിൽ പോയവന് പോയി. സാധാരണക്കാരായ മക്കൾ ആണ് അവർക്ക് നഷ്ടപ്പെട്ട് ഒരു തുണ നഷ്ടപ്പെടുന്നുണ്ട്. എന്നേക്കുമായ ഒരു മകനാണെങ്കിൽ ആ മകൻ നഷ്ടപ്പെടുന്നുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. ഇതിലൊക്കെ എത്ര ആൾക്കാർ ഇതിൽ കേസപ്പെട്ടിട്ടുണ്ട്. ഓരൊക്കെ പുറത്ത് ചാടി വരികയല്ലേ. ഒന്നാമത് ഇവിടെ ശിക്ഷ വളരെ കുറവാണ്. ശിക്ഷ ഇല്ല ഇതിനൊന്നും. ജാമ്യം കിട്ടി പുറത്ത് വരുന്നു എല്ലാവർക്കും അറിയാം. ഇതൊരു പേടി വേണ്ട എല്ലാവർക്കും. ആ പേടിക്കുള്ള നിയമം സംവിധാനം ഇവിടെ ഇല്ല.